ഹായ് ഹോൾ. നമ്മൾ കോഴിക്കോട്ടുകാർക്കൊക്കെ ഒരു ഫേവറേറ്റ് പോളയാണ് ഈ കടലക്കപ്പോള. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായി ഞാനൊരു അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒരു 3-4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുത്തതാണ്. അതൊരു കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 2 വിസിലിന് ഒന്ന് വേവിച്ചെടുക്കാം. കടലപ്പരിപ്പ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടത് ഒരു 5 മുട്ടയാണ്. അത് ഞാനിവിടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അതേപോലെ ലൈക്കും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഇപ്പം ഞാൻ മുട്ടയെല്ലാം ഒടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കും. ഇനി ഒരു അരക്കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. എല്ലാം കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം നല്ല നൈസായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ. കടലപ്പരിപ്പ് നല്ല ഫൈനായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 5-6 കാഷ്യൂസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പൊ എയറൊന്ന് പോകാണ്ട് കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഒരു മുക്കാലോളം വെന്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഇതിന്റെ മേലെ ഒന്ന് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒന്നും കൂടി ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം കൂടി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം അടച്ചു വെക്കുന്ന വീഡിയോ ഞാൻ ഇതിലേക്ക് എടുക്കാൻ മറന്നുപോയതാണ്. നിങ്ങൾ എന്തായാലും അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. അങ്ങനെ 20 മിനിറ്റിന് ശേഷം ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു പോളയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോമ്പിനൊക്കെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമന്റും കൂടി ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.